ഈ നഖങ്ങൾക്ക് നമ്മളോട് പല കാര്യങ്ങൾ പറയാൻ പറ്റും. നഖം മഞ്ഞയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം കാണിക്കുന്നത്. നഖത്തിൻ്റെ ഷേപ്പിൽ ചിലപ്പം വ്യത്യാസം വരാം. സാധാരണ അതൊരു കേർവ്ഡ് ആയിട്ടുള്ളൊരു ഇതാണല്ലേ, ഒരു രണ്ട് സൈഡിലോട്ടും കേർവായിട്ടിരിക്കുന്നത്. പക്ഷെ അത് അകത്തോട്ട് ബെൻഡിങ് വരാം. ഓക്കെ, ഒരു സ്പൂൺ പോലെയൊക്കെ വരാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അയൺ ഡെഫിഷ്യൻസി ആയിരിക്കാം കാണിക്കുന്നത്. നെയിൽസിൽ ചിലപ്പം ഡാർക്കായിട്ടുള്ള ലൈൻസ് കാണാറുണ്ട്. ഡാർക്കായിട്ടുള്ള ലൈൻസ് ഒരു പക്ഷേ അത് മെലനോമയുടെ ഇൻഡിക്കേറ്റർ ആയിരിക്കാം. ചിലപ്പോൾ ഈ വെള്ള പാച്ച് പോലെ നമ്മൾ കാണാറുണ്ട്. അത് ചിലപ്പം കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കാം. നമ്മുടെ കൈ നല്ലോണം കഴുകുക. ഈ കഴുകുന്ന സമയത്ത് നഖത്തെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതും കൂടെ ഇനിയും മുതൽ ശ്രദ്ധിക്കുക. നഖത്തിനകത്തൊക്കെ ഇഷ്ടംപോലെ അഴുക്കുണ്ടായിരിക്കാം. അപ്പോൾ അതും കൂടെ വാഷ് ചെയ്ത് കളഞ്ഞാൽ ഏറ്റവും നല്ലത്. കാരണം ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കടിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടെയൊക്കെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. കടിച്ചു കഴിഞ്ഞാൽ അതകത്ത് ചെല്ലാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ഫംഗൽ ഇൻഫെക്ഷനും അതല്ലാതെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. കമൻസിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലത്തെ മാറ്റങ്ങൾ നഖത്തിന് എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം കൈ നല്ലോണം നഖവും കൂടെ ചേർത്ത് കഴുകുക.